ഈയിടെ കാസർഗോഡ് ജില്ലയിൽ SOSന്റെ സ്നേഹലോകം പരിപാടിക്ക് വേണ്ടി പോയി. ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായപ്പോൾ നേരത്തെ ഷാർജയിൽ നിന്ന് പരിചയമുള്ള ഒരു സയ്യിദിൻ്റെ വീട്ടിൽ അവരുടെ വീട് കൂടലിന് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ പോയ സ്ഥിതിക്ക് ആ വീട്ടിലൊന്ന് പോയി. ആ വീട്ടിലെത്തിയപ്പോൾ എന്നോട് തങ്ങൾ പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉമ്മാൻ്റെ റൂമിൽ ഒന്ന് കയറാല്ലേ. ഞാൻ കരുതി എന്താ അങ്ങനെ പറയണത്, ഉമ്മ ഉണ്ടെങ്കിൽ എനിക്ക് കയറാൻ എന്തായാലും പറ്റൂല, ഉമ്മ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉമ്മാൻ്റെ റൂമിൽ കയറിയിട്ട് ഇപ്പം എന്താ കാര്യം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ തങ്ങളോട് പറഞ്ഞിട്ടില്ല. ഉമ്മാൻ്റെ റൂമിൽ കയറാല്ലേ. അപ്പോൾ ഞാൻ കരുതി അതൊരു ബൈ മിസ്റ്റേക്ക് പറഞ്ഞു പോയതായിരിക്കും എന്ന് കരുതി ഞാൻ അത്ര കണ്ടത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെയും തങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാ കയറാം. അങ്ങനെ കയറിയപ്പോൾ തങ്ങൾ പരിചയപ്പെടുത്താണ്, ഈ റൂം എൻ്റെ വീട്ടിലെ ഏറ്റവും ഭംഗിയുള്ള റൂമാണ് ഉസ്താദേ. ഈ റൂമിനാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് ക്യാഷ് ചെലവാക്കിയത്. അതിന് മാത്രം കാണാൻ ആ റൂമിന് ഭംഗിയുണ്ട്. ഈ റൂമിൽ എൻ്റെ ഉമ്മക്കുള്ള റൂമാണിത്. എൻ്റെ ഉമ്മാക്കാണ് ഈ റൂം. ഞാൻ അവിടെ കണ്ട ഏറ്റവും സന്തോഷമുള്ള കാര്യം, ആ കട്ടില അതിൻ്റെ മുകളിൽ തല വെക്കുന്നതിൻ്റെ മുകളിലെ ചുമരിൽ ഒരു ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ്, ഉമ്മാൻ്റെ പൊരുത്തം കിട്ടുമ്പോഴാണ് റബ്ബ് സ്വർഗം തരിക. ഇതെൻ്റെ ഉമ്മാക്കുള്ളതാണ് ഉസ്താദേ. കണ്ണ് നിറഞ്ഞുപോയി. ചിലരൊക്കെ ഉമ്മമാരെ ഉപ്പമാരെ സ്നേഹിക്കുന്നതിൻ്റെ ഓരോ ശൈലികളെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുനിയാവിൽ വീട്ടിൽ നിന്ന് തന്നെ സ്വർഗം വാങ്ങാൻ പറ്റിയവരാണ് ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ. അവരുണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ വേറെ എവിടെയെങ്കിലൊക്കെ പോകേണ്ട ആവശ്യം? ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൂർണ്ണ തൃപ്തി നമുക്കുണ്ടാവണം. നമ്മൾ എത്ര ഖാദിയായാലും മുദരിസായാലും എത്ര വലിയ നേതാവ് എന്ന് പറഞ്ഞ് നടന്നാലും എത്ര വലിയ ഭാരവാഹിയായാലും നമ്മളെ സ്വന്തം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം 100% കിട്ടണം. അവർക്ക് നമ്മളെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അത് മരണസമയത്ത് ബാധിക്കുന്ന കാര്യമാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മരണം മോശമാവുന്ന 4 കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഉഖൂഖുൽ വാലിദൈൻ. ഉപ്പി ഉമ്മി നമ്മളെ കൊണ്ട് വേദനിച്ചു പോയാൽ നമ്മൾ തീർന്നു പോകും, നമ്മളെ കാറ്റോ. ഇനി പറയുന്ന 25 കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. 1, ഇത്വാഅത്തുൽ ഉമ്മി വൽ അബി ഫീ കുല്ലി മാ യഅ്മുറാനി ബിഹിൽ വലദ് ഇല്ലൽ മഅസിയ. ഉപ്പയും ഉമ്മയും എന്ത് കൽപ്പിച്ചാലും അത് നമ്മൾ സ്വീകരിക്കണം. കൽപ്പിക്കുന്ന കാര്യം തെറ്റാണെങ്കിൽ ലാ ഇത്വാഅത, അതില്ലല്ലോ. തെറ്റ് കൽപ്പിച്ചാൽ ആര് പറഞ്ഞാലും അത് ഇബ്ലീസ് പല ആളെ കൊണ്ടും പറയിപ്പിക്കുമല്ലോ. ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുന്നതല്ലാതെ ആര് തെറ്റ് നമ്മളോട് പറഞ്ഞാലും തെറ്റ് തെറ്റന്നെ, തെറ്റ് തെറ്റാണ്. അത് ഉസ്താദ് പറഞ്ഞതിന് ഷെയ്ഖ് പറഞ്ഞതിന് അത് കള്ളത്തൊരീക്കത്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. വേറെന്ത്? തെറ്റ് തെറ്റു തന്നെ. തെറ്റ് പറഞ്ഞാൽ അത് ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. മാതാപിതാക്കൾ തെറ്റ് അല്ലാത്ത എന്ത് കാര്യം പറഞ്ഞാലും സ്വീകരിക്കണം. അതിനുവേണ്ടി നമ്മൾ എത്ര റിസ്ക് എടുത്താലും അത് ഏറ്റെടുക്കുക തന്നെ വേണം. നബിയെ, എൻ്റെ ഉപ്പ പറയുന്ന നിലവിലുള്ള ഭാര്യനെ തൊലാക്കല്ലണമെന്ന്. അത്യ അബാഖ്, ഉപ്പാനെ വഴിപ്പെട്ടോളി. ഉത്തരം, അവള് നിനക്ക് പറ്റൂല മോനെ, ഞാൻ അന്വേഷിച്ചു, ഒരുവിധമൊക്കെ പറ്റുവാണെങ്കിൽ നിനക്ക് ഞാൻ കെട്ടിച്ചേരുമായിരുന്നു. ഉപ്പ, ഓള് നല്ല പെണ്ണാണ്, ഉപ്പാക്ക് മനസ്സിലാവാത്തോണ്ടാണ്. ന്യായീകരണത്തിന് നിൽക്കണ്ട, നിൽക്കരുത്, കെട്ടരുത്, അത്ര തന്നെ. കുടുംബം എന്തെന്ന് ജീവിച്ചു പഠിക്കുകയും അനുഭവിക്കുകയും ചെയ്തവരാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും. നിനക്ക് വയസ്സ് ഇപ്പോൾ ആകെ 18 അല്ലെങ്കിൽ 20, 25, കുറച്ച് കൂടുതലുണ്ടാവാം. നീയൊക്കെ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ എന്നാണ് ഉപ്പൻ്റെ വസൂയത്തിൻ്റെ താല്പര്യം.
ആ ബിസിനസ് മോനെ തുടങ്ങണ്ട മോനെ എന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് അത് മനസ്സിലാവാത്തോണ്ടെന്നല്ല, മനസ്സിലാവട്ടെ ആവാതിരിക്കട്ടെ, ഉപ്പ പറഞ്ഞാൽ സ്വീകരിക്കണം. ഇത്വാഅത്തുൽ ഉമ്മി വൽ അബി, ഉപ്പി ഉമ്മി എന്താണോ നമ്മളോട് പറയണത് അത് സ്വീകരിക്കണം. അതിൻ്റെ പിന്നിൽ ഒരു ഖൈർ ഉണ്ടാകും എന്ന് കരുതണം. നമ്മൾ വിചാരിക്കുന്നത് തന്നെയാണ് ഖൈർ എന്ന് ഉറപ്പിച്ചത് കൊണ്ടാണ് കോളേജിൽ നിന്ന് കണ്ട പെണ്ണിനെ തന്നെ ചെക്കനെ തന്നെ കെട്ടണം എന്ന് നമുക്ക് തോന്നുന്നത്. ആ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവള് നല്ലോളാണ്, ഓളുടെ കുറെ ഗുണങ്ങളും ബുർദ കാണാപ്പാടാണ് എന്നൊക്കെ പറയണത്. അതൊക്കെ നമ്മളെ ഭാഗം ന്യായീകരിക്കാനുള്ള ഭയങ്കര ശ്രമമാണ്. ഉപ്പ ഉമ്മ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടല്ല ശരിക്കും കല്യാണം നടത്തേണ്ടത്. അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു തൃപ്തിയുണ്ട്. എന്നാ കെട്ടിക്കോ. ഉമ്മ ഇങ്ങനെ തലേണ മന്ത്രം നടത്ത ഉപ്പാനോട്, എന്താ ഇപ്പൊ ചെയ്യാ, നമ്മള് കുറെ പറഞ്ഞില്ലേ, ഇനി കെട്ടിച്ചു കൊടുക്കുന്നല്ലാതെ, എന്നാ കെട്ടിക്കോ, ഞാനായിട്ടൊന്നും നിൽക്കണ്ട. ആ തൃപ്തിയുടെ കണക്ക് നമുക്കറിയാലോ, അതിന്റെ വോൾട്ടേജ് നമുക്ക് അറിയാലോ. അതിലപ്പുറത്ത് ഉപ്പ ഉമ്മ അവരുടെ പൂർണ്ണ തൃപ്തിയിലായിരിക്കണം നമ്മുടെ യാത്ര, നമ്മുടെ വിവാഹം, നമ്മുടെ ബിസിനസ്, നമ്മുടെ കോഴ്സ് എല്ലാം. അതിലൊരു ബറക്കത്ത് അള്ളാഹു നൽകും. മൻ തറക്കലില്ലാഹി, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ഒഴിവാക്കിയാൽ, നല്ലൊരു അന്വേഷണം വന്നു, നല്ലൊരു പ്രപ്പോസൽ വന്നു, ബിസിനസ്സിന് നല്ല ചാൻസ് വന്നു, ഉമ്മ വേണ്ടാന്നാ നമ്മളോട് പറഞ്ഞത്. അപ്പൊ അള്ളാഹിനോട് നമ്മൾ പറയാണ് നല്ല സാധ്യതയായിരുന്നു, പക്ഷെ എൻ്റെ ഉമ്മ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി എങ്കിൽ അവ്വലഹുല്ലാഹു ഖൈറൻ മിൻഹു, അതിന് പകരം അള്ളാഹു വലുത് തന്നെ തരും. അത് ഇസ്ലാമിലെ ഒരു അടിസ്ഥാന തിയറിയാണ്. അത് ഈമാൻ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ഉപ്പാനും ഉമ്മാനെയും നമ്മൾ ഏറ്റവും വലിയവരായിട്ട് കണക്കൂട്ടണം. നമ്മൾ മസല പറഞ്ഞിട്ട് അവരെ തോൽപ്പിക്കരുത്. ഉമ്മ ഉപ്പ പറഞ്ഞതിന് എതിരായിട്ട് ആയത്തു ഹദീസ് ഒന്നും ഓതരുത്. ഇസ്ബാത്തുൽ ഹുജ്ജത്തി അലൽ വാലിദൈൻ മിൻ ഉഖൂഖിൽ വാലിദൈൻ. ഉപ്പാക്കും ഉമ്മാക്കും എതിരെ ആയത്തൊന്നും ഓതരുത്. ഉപ്പാനോടും ഉമ്മാനോടും തർക്കിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പണ്ഡിതർ കൊടുത്ത മറുപടി എന്താ? അവരുടെ ചെരുപ്പിനോട് പോലും തർക്കിക്കാൻ പറ്റൂല. ഞാൻ എൻ്റെ ഭാര്യനെ കൂട്ടിയിട്ട് എവിടെങ്കിലും പോകുന്നതിന് ഉമ്മാക്കെന്താ? അല്ലെ, ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണല്ലേ, എല്ലാം ഇവിടെ പറയണമെന്നുണ്ട്, എല്ലാം ഇവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ? ഇതൊന്നും മനസ്സിലാക്കണമല്ലോ. അനിയന്മാരെല്ലാം കല്യാണം കഴിക്കാനുള്ളതല്ലേ, ഇവിടെ അങ്ങനെ ഉണ്ടോ? ഓക്കെ, നീ സംവാദത്തിൽ ജയിക്കുന്നു എന്നാണ് നീ കരുതുന്നതെങ്കിൽ നീ തോറ്റു തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഉമ്മാക്ക് നിന്റെ ഭാര്യയുടെ വിഷയത്തിൽ ഒരു വാക്കുപോലും പറയാൻ കഴിയാത്ത വിധം അവരെ വായടപ്പിച്ചു. ശരി, ഇനി നീ വാ തുറന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണ്ട ഒരു ഘട്ടമുണ്ട് മരിക്കുമ്പോൾ. അന്ന് കാണാം റിസൾട്ട്, അന്ന് കാണാം റിസൾട്ട്. സോ ഇത്വാഅത്തുൽ ഉമ്മി വല്ലബി ഫീ കുല്ലി മാ യഅ്മുറാനി ബിഹിൽ വലദ്, മക്കളോട് ഉപ്പയും ഉമ്മയും കൽപ്പിക്കുന്നത് മുഴുവനും സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതാണ് 25 കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം. 2, മുഖാതബതുഹുമാ ബിലുത്ഫിൻ വഅദബിൻ. ഉപ്പാനോടും ഉമ്മാനോടും സംസാരിക്കുമ്പോൾ വളരെ സോഫ്റ്റായി സംസാരിക്കണം. കയർത്ത് സംസാരിക്കരുത്, തുറിച്ചു നോക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും തുറിച്ചു നോക്കാറില്ല. തുറിച്ചു നോക്കുന്ന സ്വഭാവം ഒരു മുഅ്മിനിന് നല്ലതേ അല്ല. മസ്ബൂക്കായ ആൾക്കാരെ, മുവാഫിഖായ ആൾക്കാർ അഥവാ ജമാഅത്ത് പൂർണ്ണമായി കിട്ടിയ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നതാണ്. ഈ മസ്ബൂക്കിങ്ങൾക്ക് തന്നെ തോന്നും എൻ്റെ തുണിക്കെന്ത് ഓട്ടിയാറ്റുണ്ട്, ഇതെന്താ എല്ലാവരും പാടും നോക്കണത്. ഇത് നമ്മളെ നാട്ടിൽ നിന്ന് നിർത്തണം. മൗലിദിന്റെ വഅലിന്റെ മജ്ലിസിൽ ഇടയിൽ കയറി വന്ന് ഇരുന്ന ആളെ ചുറ്റുമുള്ളവരിങ്ങനെ നോക്കിയാൽ അയാളുടെ 2 കിഡ്നിയും ഫെയിലായി പോകും. നോൽക്കരുത്. ആ പരിപാടിയൊക്കെ വളരെ ബോറ് പരിപാടിയാണ്. നമ്മുടെ കണ്ണ് സോഫ്റ്റ്നെസ് ആയ കണ്ണാവണം, സോഫ്റ്റ്നെസ് ഉള്ള കണ്ണാവണം. നമ്മുടെ സംസാരത്തിലും എപ്പോഴും ആരോടും കയർത്ത് സംസാരിക്കരുത്. എതിരാളിയുടെ അടുത്ത് ഇസ്ലാം പരിചയപ്പെടുത്താൻ വേണ്ടി
മൂസ നബി അലിഹിസ്സലാം, ഹാറൂൻ നബി അലിഹിസ്സലാം എന്നീ നബിമാരെ അയക്കുമ്പോൾ ഫിറഔൻ എന്ന ശത്രുവാണെങ്കിൽ തന്നെയും അദ്ദേഹത്തോട് ഏത് രീതിയിൽ പറയാനാ അല്ലാഹ് പറഞ്ഞത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണേ നിങ്ങൾ. അഥവാ ലഅല്ലഹു യസക്ക, ആ ചങ്ങായി നന്നായാലോ. നന്നാവൂലെന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? അറിയാം. പക്ഷെ വഅള് പറയുന്ന ആള് സോഫ്റ്റ് ആയിട്ടാണ് പറയേണ്ടത്, ഉപദേശിക്കുന്ന ആള് സോഫ്റ്റ് ആയിട്ടാണ് പറയേണ്ടത്. ദഅവത്തിനയക്കുന്ന സ്വഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന ഉപദേശം യസ്സിറ വല തുഅസ്സിറ, ബശ്ശിറ വല തുനഫിറ, വെറുപ്പിക്കരുത്, സോഫ്റ്റ് ആക്കണം. ഞാൻ പിന്നെ തെറ്റ് കണ്ടാൽ അപ്പാട് പറയും, എനിക്കപ്പുറമില്ല ഇപ്പുറമില്ല. ഈ പരിപാടി എല്ലായിടത്തും നല്ലതല്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്ന ആശയം. ഇനി മാതാപിതാക്കളിലേക്ക് വരാം. മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണം. മദീനയിൽ നിന്ന് ശബ്ദം ഉയർത്തരുത് എന്ന് മാത്രമല്ല, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി എന്ന ആയത്തിന്റെ താല്പര്യം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ക്ലാസ്സിൽ, റസൂലുള്ളാഹിന്റെ ശമാഇലിന്റെ മജ്ലിസിൽ, നബി തങ്ങളുടെ മൗലിദിന്റെ സദസ്സിൽ ഇവിടെ ഒരിക്കലും ശബ്ദം ഉയർത്തരുത്. സൂറത്തുൽ ഹുജറാത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അപ്പൊ നബിയോർമ്മയാണ് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ശബ്ദം ഉയർത്താതെ സംസാരിക്കണം. മദീനയാണ് നമ്മളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ജഗപുക നമ്മളിൽ ഉണ്ടാവില്ല. ഇൻസ്റ്റഗ്രാമാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ജഗപുക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് ആരാണ്? നബിയോർമ്മകളാണ്. അപ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ നബി ജീവിതം സാധ്യമാവുന്നത്. ഹദീസിന്റെ ക്ലാസ്സിൽ ശബ്ദം ഉയർത്തരുത് എന്ന് പറയുമ്പോൾ ആ ഹദീസല്ലേ നമ്മളോട് പറയണത്? എന്ന് ഉപ്പാന്റെ ഉമ്മാന്റെ തൃപ്തി വേണ്ടേ നമുക്ക്? വേണം. ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ഹദീസ് പണ്ഡിതനായ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ വിളിച്ചു. എന്താ ഉമ്മ? ഉമ്മ എന്നെ വിളിച്ചോ? എന്താ ഉമ്മ എന്ന അർത്ഥത്തിൽ ഉത്തരം കൊടുത്തു. ആവശ്യങ്ങൾ നിർവഹിച്ചു. പിന്നെ വന്ന് ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ ഉമ്മ വിളിച്ചപ്പോ എന്തേ എന്ന് ചോദിച്ചത് കുറച്ച് സൗണ്ട് കൂടിപ്പോയോ, ഓവറായോ? ശരിയല്ലല്ലേ അത്? സ്വയം വിചാരണ. ഉടനെ അങ്ങാടിയിൽ ചെന്ന് വിലപിടിപ്പുള്ള 2 അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചു. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, നേരത്തെ എൻ്റെ ഉമ്മാന്റെ അടുത്ത് കുറച്ച് സൗണ്ട് കൂടിപ്പോയിട്ടുണ്ട്, ഉമ്മനോട് സംസാരിക്കുമ്പോൾ ഉത്തരം കൊടുക്കുമ്പോൾ പൊരുത്തപ്പെടാനാണ് ഈ 2 അടിമകളെ വാങ്ങിയത്, മോചിപ്പിച്ചത്. പൊരുത്തപ്പെട്ടേർന്നേ അള്ളാഹ്. സൗണ്ട് എന്തേ എന്ന് ചോദിച്ചപ്പോൾ കൂടിപ്പോയതിന്. കണ്ട, മുഖാതബത്തുഹുമാ ബിലുത്ഫിൻ വ അദബിൻ. ഉപ്പാനോടും ഉമ്മാനോടും സംസാരിക്കുമ്പോൾ സോഫ്റ്റായി അദബോടെ സംസാരിക്കും. ഈ ഒരു പക്ഷെ നാട്ടിലെ മുദരിസാവാം, ഖാളിയാവാം, പ്രിൻസിപ്പൾ ആവാം, ഡയറക്ടർ ആവാം. അതൊക്കെ നാട്ടുകാർക്ക്. ഉപ്പാക്കുമ്മാക്കും കൊച്ചുമോൻ, ചെറിയ മോൻ. പ്രിൻസിപ്പളുടെ മുദരിസിന്റെ കോട്ടൊക്കെ വീട്ടിന്റെ പുറത്തും തന്നെ അഴിച്ചിട്ട് എവിടെയെങ്കിലും കൊളത്തി വെക്കാം. വീട്ടിൽ പച്ച മനുഷ്യനായിട്ട് കയറും. അതൊക്കെ നമുക്ക് കോളേജിൽ പരിഗണിക്കാം. ഉപ്പാനോടും ഉമ്മാനോടും വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും. ചില മഹാന്മാര് ഉമ്മ വർത്താനം പറയുമ്പോ കേട്ടതുപോലെ അഭിനയിക്കും. ആ ആയിക്കോട്ടെ, ഇൻഷാ, ആ ശരി, ഓക്കെ. ഉമ്മ പോയതിനു ശേഷം പെങ്ങളോട് ചോദിക്കും, ഉമ്മ എന്താ പറഞ്ഞത്? അപ്പൊ നേരത്തെ അല്ലേ? ആ നല്ല പറഞ്ഞു. അത് എന്തേന്ന് ചോദിച്ചാൽ ഉമ്മ പറഞ്ഞത് ഒന്നും കൂടി പറയേണ്ടി വരില്ല ഉമ്മ, അഥവാ ഇടാവെന്ന് പേടിച്ചിട്ടാണ്, ശരിക്കും കേട്ടിട്ടും മനസ്സിലായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ എന്തേന്ന് ചോദിച്ചാൽ സൗണ്ട് കൂടുമോന്നൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ്. എന്താ പറഞ്ഞത്? ഹദീസ് പണ്ഡിതന്മാരുടെ ജീവിത പറയണത്. നിങ്ങൾ ആലോചിച്ചു. ജയിച്ചവര് മുഴുവനും ജയിച്ചത് ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തത്തിലാണ്. തോറ്റവരുടെ കഥ ഉൾട്ടയും. ഒരാൾക്ക് ഉന്നതി ഉണ്ട്, അയാൾ ഉന്നത സ്ഥാനത്തുണ്ട് എന്ന് ഇബ്ലീസിന് ബോധ്യപ്പെട്ടാൽ ഇബ്ലീസ് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടിയാണ്, ഉപ്പാന്റെ ഉമ്മാന്റെ വിഷയത്തിൽ അയാളെ തകർക്കും.
ആ ഫോം റെഡിയല്ലെങ്കിൽ അയാൾ ആഖിറത്തിൽ അമ്പേ പരാജയപ്പെടും. അപ്പൊ രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് മുഖാത്തബത്തുഹുമ ബിലുതുഫിൻ വഅദബിൻ, വളരെ സോഫ്റ്റായി സംസാരിക്കണം. ഉപ്പാനോടും ഉമ്മാനോടും സോഫ്റ്റായി സംസാരിക്കണം. ഉപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുത്ത ഒരു കാര്യവും എടുത്തു പറയരുത്. ഞാനല്ലേ ഉമ്മാക്ക് പിന്നാന്ന് 5000 തന്നത്, ഇതെന്താ പൈസ പറിക്കുന്നുണ്ടോ? മിണ്ടിപ്പോരുത്. സ്വതക്ക എടുത്തു പറയൽ പൊതുവിൽ നല്ലതല്ല. പ്രത്യേകിച്ച് ഉപ്പാനോടും ഉമ്മാനോടും പറയാനേ പാടില്ല. ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്ത സംഖ്യയുടെ കഥയോ അതിന്റെ കണക്കോ ഭാര്യനോട് പറയുന്ന പരിപാടി നിർത്തിവെക്കണം. അത് എന്താവശ്യത്തിനാണെങ്കിലും അത് നിർത്തിവെക്കണം. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് ബിദായത്തുൽ ഹിദായ എന്ന ഗ്രന്ഥത്തിൽ എഴുതി വെക്കുന്നുണ്ട്, ഉപ്പാക്കുമ്മാക്കും കൊടുത്ത കാര്യമൊന്നും ഉപ്പാനോടും ഉമ്മാനോടും പറയരുത്. ഞാൻ ഡൈനിങ് ഹാളും സെൻട്രൽ ഹാളും വൃത്തിയാക്കിയില്ലേ, ബാക്കി ഫാത്തിമാനോട് പറയുന്ന ഡയലോഗ് അടിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ മലയാളം. അതേസമയം ഉപ്പാക്കുമ്മാക്കും അള്ള കൊടുത്ത അധികാരമാണ്, മക്കൾക്ക് ചെയ്തു കൊടുത്ത കാര്യമൊക്കെ പറയാം, അതിനൊരു പ്രശ്നമില്ല. നിന്റെ +1 ഫീസ് അടച്ചത് എങ്ങനെയാന്ന് അറിയാം മോനെ, നീ ഇപ്പം കുറച്ച് ശമ്പളം കിട്ടുമ്പോൾ ഏതാ ഡയലോഗ് അല്ലേ, പൈസ ഇല്ലല്ലേ എനിക്ക് ടൈറ്റല്ലേ, ആ കൊറോണ കാലത്ത് നിനക്കൊരു ഫോൺ വാങ്ങിത്തരാന് ഉപ്പ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് നിനക്കറിയോ? ഇപ്പൊ ഉപ്പ ഒന്ന് ടൂറിന് പോകണ്ടെന്ന് പറയുമ്പോഴേക്ക് നീ എന്താ ഇപ്പൊ പറഞ്ഞത്? ഓക്കേടാ. ഉപ്പയും ഉമ്മയും ചെയ്ത മുഴുവൻ സ്വതക്കയും എടുത്തു പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അത് അവർക്ക് അള്ള കൊടുത്ത അധികാരമാണ്, അതവരുടെ സ്ഥാനാണ്, അതവരുടെ വിലയാണ്. മൂന്നാമത്തെ കാര്യം ഉപ്പിയുമ്മയും നമ്മളടുത്തേക്ക് വരലോടുകൂടി നമ്മളൊന്ന് താവണം, താഴ്മ കാണിക്കണം. എഴുന്നേറ്റിക്കണം എന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ താഴ്മയോടെ മാത്രമേ പെരുമാറാൻ പറ്റുള്ളൂ. എത്രയോ മഹാന്മാരുടെ ജീവിതങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും, ഉപ്പിയുമ്മയും വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഇരിക്കൂല, പിന്നെ അവർ ഇരിക്കുന്ന പരിപാടിയില്ല. അതാണ് അവരുടെ ലൈഫ്. തള്ള വെച്ച ഒരു സംവിധാനം. ഉപ്പിയുമ്മയും നമ്മളടുത്തേക്ക് വന്നാൽ പിന്നെ അവിടെ നമ്മൾ താഴ്മയോടെ മാത്രമേ പെരുമാറാൻ പറ്റൂ. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ഘട്ടം ഉണ്ട് ചരിത്രത്തിൽ. അന്ന് ഉപ്പ അബൂ ഖുഹാഫ് റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. ആര്? ലോകത്തെ ഔലിയാക്കളുടെ ഏറ്റവും വലിയ നേതാവ്. ഉപ്പാനെ കാണലോടുകൂടി പിന്നെ കുതിരപ്പുറത്തില്ല, താഴെ ഹോൺ അടിച്ചിട്ട് ഉപ്പ ആ ഗേറ്റും നടക്കണേ എന്ന് ഓർഡർ ഇടുമ്പോൾ ഒന്ന് സിദ്ദീഖ് തങ്ങളെ മനസ്സിൽ ഓർമ്മിക്കണത് നല്ലതാവും, നല്ലതാവും. ഉപ്പ ഗതിയിൽ അനങ്ങാണ്ട് എല്ലാ വിഷയത്തിലും ഉപ്പ ഇടപെടണ്ട. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതാണ്, ഒന്ന് ഏതെങ്കിലും റൂമിൽ അറ്റം കൂടാൻ എന്തെങ്കിലും പ്രത്യേകം ഫ്രൂട്ട്സ് ആറ്റം വേണം, ദയവിത് കേട്ടോ. നീ മൂക്കൊണ്ട് റാ വരക്കുന്ന ഒരു കാലം അതിവിദൂരമല്ലാത്ത കാലത്തു തന്നെ പ്രതീക്ഷിക്കാം. ബാക്കിയുള്ള തെറ്റൊക്കെ അള്ളാഹു ഒരുവിധം പിടിച്ചു നിൽക്കും ആഖിറത്ത് വരെ. നോ, ഈ വിഷയത്തിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. പ്രീപോണ്ട് ശിക്ഷയാണ്, നേരത്തെ തന്നെ കിട്ടും. പോസ്റ്റ് പോണ്ട് ചെയ്യണ പരിപാടിയില്ല. ഹാക്കിം റഹിമഹുല്ല മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസ് ഇതിന് തെളിവാണ്. ഉപ്പാനുമ്മാനും ബുദ്ധിമുട്ടിച്ചവർക്ക് ശിക്ഷ നേരത്തെ തന്നെ കിട്ടിത്തുടങ്ങും. അതിൻ്റെ അർത്ഥം ഇതേ ശിക്ഷയുള്ളൂ എന്നല്ല, ഇത് ജസ്റ്റ് ആദ്യത്തെ ഡോസാണ്, വരുന്നുണ്ട് വലുത്. വലനുദീകന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ, വലുത് വരുന്നുണ്ട്. ഉപ്പാനുമ്മാനെ തൊട്ടാൽ കേസ് പൊള്ളും എന്നർത്ഥം. നാലാമത്തത് തഖ്ബീലു യദൈഹിമ സ്വബാഹൻ വമസാഅൻ വഫിൽ മുനാസബാത്ത്. മാതാപിതാക്കളുടെ കൈ പിടിച്ചൊന്ന് മുത്തണം, രാവിലെയും വൈകുന്നേരവും. വഫിൽ മുനാസബാത്ത്, വിശേഷ കാലത്തും ദിവസങ്ങളിലും. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മുത്തം വാങ്ങണം നമ്മൾ, അവർക്ക് നമ്മൾ ചുംബനം നൽകണം.
ആ സ്നേഹം നമുക്കുണ്ടാവണം. യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ സ്നേഹത്തോടെ നോക്കുക എന്നുള്ളത് ഹജ്ജ് ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുന്ന നന്മയാണ്. ഇത് കേട്ടപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, ഒരു ദിവസം തന്നെ 100 തവണ നോക്കിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഡ്വാൻസ്ഡ് മറുപടി, 1000കണക്കിന് ലക്ഷക്കണക്കിന് നോക്കിയാലും അങ്ങനെ തന്നെ. ഇത് ഉപ്പിയും ഉമ്മയും ഉള്ള കാലത്തേ കിട്ടുള്ളൂ. ഇല്ലാത്ത കാലത്ത് ഫോട്ടോ നോക്കിയോണ്ടൊന്നും ഇത് നേടിയെടുക്കാൻ പറ്റൂല. ഉള്ള കാലത്ത് വേണം. ഉള്ള കാലത്ത് കൊയ്തെടുക്കേണ്ടത് ഉള്ള കാലത്തു തന്നെ കൊയ്തെടുക്കണം. എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും മാതാപിതാക്കൾക്ക് ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് സ്വതക്ക കൊടുക്കണ പോലെയല്ല ഉപ്പാക്കും ഉമ്മാക്കും സ്വതക്ക കൊടുക്കണം. മാതാപിതാക്കൾക്ക് സ്വതക്ക കൊടുത്താൽ 1,00,000 ഇരട്ടി പ്രതിഫലമാണ്. ഉമ്മാക്ക് 1 രൂപ കൊടുത്താൽ 1,00,000 രൂപ കൊടുത്ത കൂലിയാണ്. ഇതെവിടുന്ന നമുക്ക് കിട്ടുക? ഇതെവിടുന്ന് നമുക്ക് കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. 1,00,000 ഇരട്ടി പ്രതിഫലം ലഭിക്കും ഉപ്പാക്കും ഉമ്മാക്കും സ്വതക്ക കൊടുത്താൽ. കൊടുക്കുന്ന സമയത്ത് നീതി കാണിക്കണം. ഉമ്മാക്ക് 5,000 കൊടുക്കണമെങ്കിൽ ഉപ്പാക്കും 5,000 കൊടുത്തിരിക്കണം. കൊടുക്കണം. ചെലവിന്റെ പൈസ വേറെ കേട്ടോ. അത് ഉപ്പയാണ് നോക്കുന്നതെങ്കിൽ അത് ഉപ്പാക്ക് വീട്ടിലെ കാര്യങ്ങളും കറണ്ട് ബില്ല്, ഗ്യാസ്, അതൊക്കെ വേറെ കൊടുക്കുക. ഒരു പ്രത്യേക ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ഉമ്മാക്ക് കൊടുക്കുന്ന തന്നെയാണ് ഉപ്പാക്കും കൊടുക്കേണ്ടത്. മക്കൾക്കിടയിൽ നീതി കാണിക്കണം. ശരിയാണ് അല്ലേ? മക്കൾക്കിടയിൽ നീതി കാണിക്കണം. എല്ലാത്തിലും അങ്ങനെ തന്നെ. ഈ സദസ്സിൽ ഒരാൾ അത്തർ പുരട്ടി കൊടുക്കുന്നുണ്ട് എങ്കിൽ ഒരാൾക്ക് 2 വട്ടം കുപ്പിയിലിട്ടിട്ട് തേച്ചു കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും അങ്ങനെ കൊടുക്കണം. ഇല്ലെങ്കിൽ എല്ലാവർക്കും ഓരോന്നാ കൊടുക്കുന്നെങ്കിൽ ആദ്യത്തെ ആൾ മുതലേ അത് ശ്രദ്ധിക്കണം. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ആ സ്വഹാബിയുടെ ഒരു കുട്ടി ഓടി വരുന്നത്. വന്ന കുട്ടിയെ വാരിയെടുത്ത് ചുംബിച്ച് മടിയിലിരുത്തി ആ സ്വഹാബി. ഇത് കണ്ട ആ സ്വഹാബിയുടേത് തന്നെ മറ്റൊരു കുട്ടി ഓടിയെത്തി. ആ കുട്ടിയെയും വാരിയെടുത്ത് ഇടതുഭാഗത്ത് മടിയിൽ ഇരുത്തി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു, നീതി കാണിച്ചിട്ടില്ലല്ലോ എന്ന്. നീതി കാണിച്ചിട്ടില്ലല്ലോ എന്ന്. നബി ഒന്നാമത്തെ കുട്ടിയെ ചുംബിച്ചിട്ടാണ് മടിയിലിരുത്തിയത്. രണ്ടാമത്തെ കുട്ടിക്ക് അത് കൊടുക്കാതെയാണല്ലോ ഇരുത്തിയത്. ശ്രദ്ധിക്കണം. നീതികേടാണ് കുടുംബത്തിലെ പല കലഹങ്ങളുടെയും കാരണം. 2 പെൺകുട്ടികളുണ്ട്. ഒരു മോളുടെ ഭർത്താവ് ഗൾഫുകാരൻ. ആ പെണ്ണിനും പ്രത്യേക പരിഗണന വീട്ടിൽ കിട്ടാറുണ്ട്. മറ്റേ മോളെ ഭർത്താവ് ഓട്ടോ ഡ്രൈവർ. അവളെ നിന്ദിക്കാറുണ്ട് എങ്കിൽ ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. ഒരു ഭാഗം ചെരിഞ്ഞിട്ടായിരിക്കും ആഖിറത്തിൽ വരിക. ചെയ്യരുത്. മക്കളോട് നീതി കാണിക്കണം. എൻ്റെ വിഷയം പാരന്റിങ് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതിൽ കയറി സംസാരിക്കണം. മാതാപിതാക്കളെ നന്നായി പരിഗണിക്കണം. 4. അഞ്ചാമത്തത് അൽ മുഹാഫളതു അല മാലിഹിമ. അവരുടെ സമ്പത്ത് നന്നായി സംരക്ഷിക്കണം. കൈകാര്യം ചെയ്യുന്ന ആൺകുട്ടികൾ ജാഗ്രതയെ. മാതാപിതാക്കളുടെ സ്വത്തിലെങ്ങാനും അന്യായമായി ഇടപെട്ടാൽ, ഉപ്പക്ക് പ്രായമായതുകൊണ്ട് കള്ളരേഖ ഉണ്ടാക്കിയാൽ എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം, കുടുങ്ങും. നിന്റെ മക്കൾക്ക് എന്തെല്ലാം രോഗങ്ങളാണോ വരുന്നതെന്ന് പ്രതീക്ഷിക്കാം. ഉപ്പയെ പറ്റിച്ചിട്ട് സ്വത്ത് കയ്യിലാക്കിയാൽ എങ്ങനെയാ നിന്റെ മക്കൾ സ്വാലിഹികളാവുക? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം ഫഅന്ന യുസ്തജാബ്. പിന്നെ എങ്ങനെ ദുആഇന് ഉത്തരം കിട്ടുക? പല കുട്ടികൾക്കും അംഗവൈകല്യം ഉണ്ടാവുന്നതും പ്രയാസങ്ങൾ ഉണ്ടാവുന്നതും അനന്തര സ്വത്തിലെ അവിഹിതമായ ഇടപെടലാണ്. വാപ്പ മരിച്ചപ്പോൾ പെങ്ങന്മാരെ പറ്റിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കാര്യകർത്താക്കളുണ്ട്, ആങ്ങളമാർ. നിങ്ങളെ മക്കൾക്ക് വരുന്ന ദുരന്തം അടുത്ത കാലത്തു തന്നെ പ്രതീക്ഷിക്കാം.
അന്യായമായി വസൂലാക്കിയ പണം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. യൂസുഫ് നബ്ഹാനി തങ്ങളുടെ ദലീലു തുജാർ എന്ന കിതാബിൽ വിശദമായി ആ പഠനം ഉണ്ട്. നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാവണമെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന പണം ഹലാലായിരിക്കണം. ലോക അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ്, വാപ്പന്റെ പേര് ഇസ്മായിൽ എന്നാണ്. അപ്പോൾ പേര് വരിക മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി എന്നാണ്. ആ ഇസ്മായിൽ എന്ന വാപ്പ വഫാത്താകുമ്പോൾ അനന്തരമായി തൻ്റെ മകന് വെച്ചിരിക്കുന്ന സ്വത്തിനെ കുറിച്ച് അഭിമാനപൂർവ്വം പറയുന്നുണ്ട്, എനിക്ക് അനന്തരമായിട്ട് എടുക്കേണ്ട എൻ്റെ മോന്റെ സ്വത്തുണ്ടല്ലോ, ഞാൻ മരണപ്പെട്ടാലുള്ള ഈ സ്വത്തിൽ ഒരു ദിർഹമോ ഒരര ദിർഹമോ ഹറാമ് പോയിട്ട് ഹലാലാണോ ഹറാമാണോ എന്ന് ഡൗട്ട് അടിക്കാൻ പറ്റുന്ന ശുബഹത്ത് തന്നെ ഇല്ല, തന്നെ ഇല്ല, അത് ഉറപ്പാ. ആ പണം കൊണ്ട് യാത്ര ചെയ്ത് ലോകം ചുറ്റി ഹദീസ് ശേഖരിച്ച പണ്ഡിതന്റെ പേരാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു. സിയറു അലാമിൻ നുബലായിൽ ഹാഫിളു ദഹബി ഈ ആശയം കൊണ്ടുവരുന്നു. കണ്ടോ, പണം ഹലാലാവണം. ഉപ്പന്റെ ഉമ്മന്റെ സ്വത്ത് പറ്റിക്കരുത്. അത് ചെറിയ ക്ലാസ്സിലെ കാലം മുതൽ തന്നെ, തക്കാളി ഉള്ളി വാങ്ങാൻ അയക്കുന്ന കാലം മുതൽ തന്നെ, 2ാം ക്ലാസ് 3ാം ക്ലാസ് കാലം മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. മോനെ 2 രൂപ നീ കളവ് പറഞ്ഞു അല്ലേ, അനുവദിക്കരുത്. കളവ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവരുത്. സത്യസന്ധതയുള്ള വീട്ടിൽ ബർക്കത്ത്. ഇനി വേറെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യണ്ട, അവിടെ തന്നെ ഉണ്ടാവും. സത്യസന്ധതയുള്ള വീടായിരിക്കണം. കളവ് പറയല്ല എന്ന് ഉമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ എന്ന് മൊഹിയദ്ദീൻ മാല പാടുന്ന ഉമ്മ തന്നെ ശനിയും ഞായറും മദ്രസ ലീവായത് എന്തുകൊണ്ട് എന്ന് ഉസ്താദ് ചോദിച്ചാൽ അത് പനിയാണ് നാറ്റം പറഞ്ഞോളി എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ആ വീട്ടിൽ ഉണ്ടാവുക? കുട്ടീൻ്റെ കയ്യിൽ മദ്രസയിൽ പോകുമ്പോൾ ഖുർആന്, ഫിഖ്ഹ്, താരീഖ് 2 കിലോ കളവുമായിട്ടല്ലേ കൊടുത്തേക്കണത്. പിന്നെന്താണ് ആ കുട്ടി പഠിക്കുക? പുതിയ കാലത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആണ്. പഠിക്കുന്നതൊന്നും വീട്ടിലും നാട്ടിലും കാണുന്നില്ല എന്നാണ്. കുട്ടി കലാലയത്തിൽ നിന്ന് പഠിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിക്കുന്നത് സ്ക്രീൻ അഡിക്ഷനിൽ പെടല്ലേ എന്നാണ്. വീട്ടിൽ നേരെ ഉൾട്ടയാണ് കാണുന്നത്. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഏത് കലാലയത്തെന്നാ മതേതരത്വം കിട്ടേണ്ടത്? തട്ടമിടാൻ അനുമതിയില്ലാത്തൊരു കലാലയം ഉള്ളപ്പോൾ ആ കുട്ടി എവിടുന്നാ മതേതരത്വം പഠിക്കേണ്ടത്, സെക്കുലറിസം പഠിക്കേണ്ടത്? പുതിയ കാലത്തെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെ അതാണ്, കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ വായിക്കുന്നതൊന്നും നാട്ടിൽ കാണാനില്ലല്ലോ. മോള് വലുതായി, ശരിയാവണ്ണം ഡ്രസ്സ് ധരിക്കണം എന്ന് മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു കുട്ടി വീട്ടിലെത്തുമ്പോൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന പണിക്കാരനോടും മത്സ്യം വിൽക്കുന്ന ജോലിക്കാരനോടും ഉമ്മ കിന്നാര വർത്താനം പറയണത് കാണുമ്പോൾ ഇക്കുട്ടിയും ചിന്തിക്കൂലേ, അപ്പൊ ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചതോ? മുടി മുറിക്കുമ്പോൾ മദീനയിലെ കൾച്ചർ പാലിക്കണം എന്ന് അധ്യാപകൻ ഉസ്താദ് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കുട്ടി ആലോചിക്കുന്ന അപ്പൊ എൻ്റെ ഏട്ടനോ? ഗൂഗിൾ പേ ചെയ്യലാണ് ഉപ്പാന്റെ ഡ്യൂട്ടി എന്ന് വിചാരിക്കുന്നത് തെറ്റ്. നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു. നമ്മൾ ആവേണ്ടത് റോൾ മോഡലാണ്. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് തർബിയത്ത് കൊടുക്കുന്നത് ഞാൻ വുളു എടുത്ത പോലെ വുളു എടുക്കാം. ഞാൻ ഏത് ഭാഷയിലാണോ ഖുത്ബ ഓതിയത് ആ ഭാഷയിൽ, ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾക്ക് നിസ്കരിക്കാം. ഖൈറുക്കും, നിങ്ങളിൽ ആരാണ് ടോപ്പർ, നിങ്ങൾ ആരാണ് റാങ്ക് ഹോൾഡർ ആവുന്നത്? ഖൈറുക്കും ലിനിസാഇ, ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറിയവരാണ്. നബിതങ്ങൾ ഇത് പറയുമ്പോൾ സദസ്സിൽ അമ്മോശന്മാരും ഉണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ തങ്ങളും.
അമ്മോശന്മാരുടെ മുമ്പിൽ ധൈര്യത്തോടെ ലഭിതങ്ങൾ പറയാം, ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറിയവരാണ് ഏറ്റവും നല്ലയാൾ. ഇത് പറഞ്ഞ ഉടനെ തങ്ങൾ പറയുന്നുണ്ട്, പോയി ചോദിക്കാം നിങ്ങൾക്ക് ആയിഷയോടും ഹഫ്സയോടും എന്ത്, ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ചോദിക്കുന്നുണ്ട്. സ്വഹാബിമാര് മുത്തുനബി എങ്ങനെയാ വീട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളപ്പണിയിൽ സഹായിക്കും, പാല് കറന്നേരും, ചെരുപ്പ് ശരിയാക്കും, പാത്രം ശരിയാക്കും, വീട് പണിയെടുക്കും, ആടിനെ കറന്നേരും, അങ്ങനെ അങ്ങനെ അങ്ങനെ. പറയാൻ എളുപ്പം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കുട്ടികൾ നേരിടുന്ന കൾച്ചറൽ കോൺഫ്ലിക്റ്റിനെ നമ്മൾ അതിജയിക്കണം. മദ്രസയിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നന്മകളും നമ്മുടെ വീട്ടിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ പരിസരത്തും ഉണ്ടാവണം. ഇന്ത്യ മതേതര രാജ്യമാണ് എന്ന് വായിച്ച ഒരു കുട്ടിക്ക് കലാലയത്തിൽ നിന്ന് തട്ടമിടാൻ അനുമതിയില്ലെങ്കിൽ ഈ കുട്ടി എവിടുന്ന് സെക്യുലറിസം പഠിക്കും? ഇറ്റ് ഈസ് എ കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. പഠിക്കുന്നതൊന്ന്, കാണുന്നതൊന്ന്, സോഷ്യൽ മീഡിയയിൽ ഒന്ന് എങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ മക്കളെ എങ്ങനെയാ മതേതരത്വം പഠിക്കുക? എങ്ങനെ പഠിക്കും? പറഞ്ഞു വരുന്ന ആശയം അൽ മുഹാഫളത്തു അലാ മാലിഹിം, ഉപ്പാന്റെ ഉമ്മാന്റെ സ്വത്തിനെ ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യണം. അവരുടെ ജീവിതകാലത്താണെങ്കിലും അനന്തര സ്വത്തോഹരി വെക്കുമ്പോഴും ശ്രദ്ധിക്കണം. 6 ഇക്റാമുഹുമാ വ ഇഅതാഉഹുമാ കുല്ലമാ യത്ലുബാൻ, അവരെ നന്നായി ആദരിക്കണം, ബഹുമാനിക്കണം. അവരെന്തെല്ലാമാണ് നമ്മളോട് ചോദിക്കുന്നത് അത് കഴിവുണ്ടെങ്കിൽ കൊടുക്കണം, അതിൽ പിശുക്ക് കാണിക്കരുത്. അവരെ ആദരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഒരു മഹാൻ ജയിലിലടക്കപ്പെട്ടു. അവരുടെ മകനും, മഹാന്റെ പേര് യഹ്യൽ ബർമാക്കി എന്നാണ് റഹിമഹുല്ലാ, അവരുടെ മകന്റെ പേര് ഫളുൽ എന്നാണ്. ഉപ്പയായ യഹ്യ എന്നവർക്ക് പച്ചവെള്ളം തണുത്ത വെള്ളം ഉപയോഗിക്കൽ പ്രയാസമാണ്. ജയിലിലാണെങ്കിൽ ചുടുവെള്ളത്തിന് സംവിധാനം ഇല്ലതാനും. അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ അടുത്ത് ഉപ്പ ഉറങ്ങിയ ഘട്ടത്തിൽ വെള്ളമെടുത്ത് അവിടെ തന്നെ ചേർത്ത് വെച്ചു. എന്തിന്? വല്ലാതെ ചൂടാവൊന്നും ചെയ്യില്ല. വിളക്കിന്റെ അടുത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന അവിടെ വെള്ളം സംവിധാനിച്ചാൽ ഭയങ്കര ചൂടാക്കാനുള്ള സിസ്റ്റം ഇല്ല, എന്നാലും ചെറിയൊരു ചൂട് കിട്ടുമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം തഹജ്ജുദിനും സുബ്ഹിനുമുള്ള നിസ്കാരത്തിന്റെ വുളൂഇന് ഉപ്പക്ക് ചെറിയ ചൂടാണെങ്കിലും വെള്ളം കൊടുക്കാൻ പറ്റി ഫളിൽ എന്ന മകന്. ജയിൽ വാർഡൻ ഇതറിഞ്ഞു. അവിടുത്തെ വിളക്ക് അങ്ങ് മാറ്റുകയും അത് വിലക്കുകയും ചെയ്തു. പിറ്റേന്ന് രാത്രി എന്ത് ചെയ്യുമെന്നാണ് ആ മകന്റെ ആശങ്ക. എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് കിട്ടിയ ഉത്തരം, ഇന്ന് രാത്രി ഉറങ്ങണ്ട. ഉപ്പ് ഉറങ്ങിയാൽ വെള്ളത്തിന്റെ പാത്രം ഒരു സ്ഥലത്ത് വെച്ച് അതിന് കോഴി അടയിരിക്കണ പോലെ തൻ്റെ വയറിനോട് ചേർത്ത് പിടിക്കുക. ചൂട് കിട്ടില്ല, തണുപ്പ് പോയാലോ? ശരീരത്തിന്റെ ചൂടെന്ന് ഒരു ബ്ലൂടൂത്ത് സംവിധാനം പോലെ അതിനെ തണുപ്പകറ്റിയാലോ? ചേർത്ത് പിടിച്ചിട്ടാണ് ഒരു രാത്രിക്ക് രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് മകൻ കൊടുത്തത്. പഠിക്കണം ജീവിതം. ഒരു ഉപ്പക്ക് വേണ്ട സാധനം കൊടുക്കാൻ ഒരു മോൻ സഹിക്കുന്ന ത്യാഗം കണ്ടങ്ങൾ പഠിക്കണം. കൂട്ടുകാരെ, പഠിക്കണം. നമുക്ക് ദുനിയാവിൽ വിജയിക്കാൻ അല്ലാഹ് സംവിധാനിച്ച 2 ആൾക്കാരുടെ പേരാണ് ഉപ്പ, ഉമ്മ എന്നുള്ളത്. അവിടെ നമ്മൾ തോറ്റുപോകരുത്.